ആദ്യം ഇടതുപക്ഷ നിരീക്ഷകൻ റെജി ലൂക്കോസിലേക്കാണ് പോകുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഈ മെക്സെവന്റെ താല്പര്യം എന്താണ്, ഇതിന്റെ പുറകിൽ എന്താണ് എന്ന സംശയം തൊടുത്തുവിട്ടിരിക്കുന്നത് CPM ആണ്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ തന്നെ ഈ സംശയം മുന്നോട്ട് വയ്ക്കുകയാണ്. പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. വാട്സാപ്പ് ഗ്രൂപ്പ് വഴി പരിശോധിച്ചപ്പോൾ ഈ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർ എന്ന് പറയുന്നത് പഴയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പഴയ നേതാക്കളാണെന്നും പറഞ്ഞു വെക്കുകയാണ്. എന്തുകൊണ്ടാണ് CPM മെക്സെവനെ സംശയിക്കുന്നത്? ഉത്തരവും വളരെ ലളിതമാണ്. കാരണം ബഹുമാനപ്പെട്ട മോഹൻ മാസ്റ്റർ, DC സെക്രട്ടറി മോഹൻ മാസ്റ്റർ കാര്യങ്ങൾ പഠിക്കാതെ കൊണ്ട് ഒരു കാര്യം അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. കേരളത്തിലുള്ള ഉത്തരവാദിത്വവും കടമയും മതേതര കേരളത്തിന്റെ സ്റ്റേബിൾ ആയിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്ക് അനിവാര്യമായതുകൊണ്ടാണ് മറ്റൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ കൊണ്ട് അദ്ദേഹം വളരെ ആർജവത്തോടുകൂടി ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നത്. അതാണ് അതിന്റെ ആദ്യത്തെ ഉത്തരവ് എന്ന് പറയുന്നത്. ഇത് വളരെ ഗൗരവമുള്ള സംഭവം തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ശ്രമം നടത്തി, പരിമിതമായ സാഹചര്യങ്ങളാണെങ്കിൽ പോലും. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു റിട്ടയർഡ് പാരാമിലിറ്ററിയുടെ ഒരു ക്യാപ്റ്റൻ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് കൊണ്ടോട്ടിക്ക് സമീപമുള്ള ഒരു സ്കൂളിൽ 10 വർഷക്കാലത്തോളം അവിടെയുള്ള ആളുകളുമായി മാത്രം ഈ ആരോഗ്യ പരിപാലന സംഭവം എന്ന പേരിലുള്ള എക്സസൈസുകളും ഒക്കെ നടത്തിയത്. പിന്നീട് പൊടുന്നനെ ഇത് ഏതാണ്ട് GCC രാജ്യങ്ങൾ ഉൾപ്പെടെ, അത് കൂടാണ്ട് ബ്രൂണൈ, ഇപ്പോൾ അവർ ഏറ്റവും പുതുതായിട്ട് അതിന്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പോകുന്ന അമേരിക്കയിൽ അതിന്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിരോധിക്കപ്പെട്ട തീവ്ര വർഗീയ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരാണ് ഇതിന്റെ പിന്നിൽ എന്നത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വസ്തുതയാണ് കേരളം തിരിച്ചറിയുന്നത്. എനിക്ക് തോന്നുന്നത് ഇസ്ലാം മത വിശ്വാസികളിൽ ആണ് കൂടുതലും ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അത് തന്നെയല്ല, പ്രത്യേക യൂണിഫോം, ഈ പരേഡ് അല്ലെങ്കിൽ ഈ എക്സസൈസ്, ആരോഗ്യ പരിപാലനം എന്നുള്ള രീതിയിൽ വ്യാജേന നടത്തുന്ന ഈ എക്സസൈസിന്റെ അവസാനം അവര് പറയുന്ന ചില വാക്കുകൾ സംശയത്തിന് നിഴലിലാണ്. അപ്പോൾ തങ്ങൾക്ക് ഇപ്പൊ സ്വതന്ത്രമായിട്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ നിരോധിക്കപ്പെട്ട ഈ സംഘടനയുടെ ആളുകൾ മറ്റൊരു മുഖത്തിൽ ജനങ്ങളെ കബളിപ്പിച്ച് ഇതിനകത്ത് പങ്കെടുക്കുന്നവരെല്ലാം ഒരുപക്ഷെ ആ ലക്ഷ്യത്തിൽ വരുന്നവരായിരിക്കില്ല. അവരെ മെന്റലി അഡിക്റ്റഡ് ആക്കി ഇത്തരം ആരോഗ്യപരമായ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ വീണ്ടെടുക്കാനുള്ള വ്യാജനെ അതൊരു വർഗീയപരമായിട്ടുള്ള ചേരിതിരിവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തീവ്ര വർഗീയത കുത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നുള്ള സംശയം വളരെ ശക്തമായിട്ട് തന്നെ ഇപ്പം ഈ മോഹൻ മാസ്റ്ററുടെ വെളിപ്പെടുത്തലൂടെ നമുക്ക് സംശയിക്കണം. തന്നെ മോഹൻ മാസ്റ്റർ എന്നല്ല പറയുന്നത്, അദ്ദേഹം ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന് സൂചന നൽകിയിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഈ നിമിഷം വരെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന അതിനെക്കുറിച്ച് അക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ അബൂബക്കർ മുസ്ലിയുടെ സമസ്യയുടെ യുവാക്കൾ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു കഴിഞ്ഞത് വളരെ സ്വാഗതാർഹമാണ്. എങ്ങനെയാണ് ലീഗ് ഇതിനെതിരെ പ്രതികരിക്കുന്നത്? ലീഗിന് പ്രതികരിക്കാൻ പറ്റുന്നില്ല. പാലക്കാട് തെരഞ്ഞെടുപ്പില് വളരെ നഗ്നമായിട്ട് പരസ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെയും PDPയുടെ വോട്ട് പരസ്യമായിട്ട് അവരോടൊപ്പം പ്രചരണം നടത്തി തീവ്ര വർഗീയവാദികളുടെ വോട്ട് നേടിയ മുസ്ലിം ലീഗിന് ഒരു കാരണവശാലും ഈ കാര്യത്തിൽ പ്രതികരിക്കാനുള്ള ധാർമ്മികതയില്ല. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ഇപ്പോഴാണ് കേരളം ഏറെ ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും മുസ്ലിം ലീഗിന്റെ മതേതര മുഖം കാപട്യമാണെന്നും അത് പിന്നീട് തിരിച്ചറിയുമെന്നും പറഞ്ഞത് എത്ര ദീർഘദൃഷ്ടിയോടെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അത് പറഞ്ഞത്. അന്ന് അദ്ദേഹത്തിനെ വേട്ടയാടി പലരും. ഇദ്ദേഹം എന്ത് രീതിയിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇസ്ലാം സമൂഹത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വോട്ട് കിട്ടാനുള്ള നാടകമാണ്. ഒന്ന് മനസ്സിലാക്കി കേൾക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ പോലും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു ജാതി മതത്തിനെ പീഡിപ്പിച്ചുള്ള ഒറ്റ വോട്ട് കേരളത്തിൽ വേണ്ട. അത് എല്ലാവരെയും ഒരേപോലെ കാണുന്നത്, അത് ഇസ്ലാം മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഹിന്ദു മതത്തിൽപ്പെട്ടവരെയും പുരോഗമന ആശയക്കാരെയും എല്ലാം ഒരേ തട്ടിൽ മാത്രം കാണുന്ന ഒരു പാർട്ടിയാണ് CPM. ഇത്തരം വിഷവിത്തുകൾ വിടർത്തിയാൽ തന്റെ അടുത്തോടുകൂടി മറ്റ് ലെവലേശ ഭയമില്ലാതെ ഇത് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആർജമുള്ള ഒരു പ്രസ്ഥാനം അത് CPM മാത്രമുള്ളൂ. ഇനിയും തിരിച്ചറിയും. ഇതൊക്കെ വളരെ വലിയ വെളിച്ചം പോരുന്ന പ്രതികരണങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രസ്താവനയും അതിന് മലപ്പുറം ജില്ലയിലെ ഒറ്റുകൊടുത്തു എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി കുറ്റപ്പെടുത്തിയത്. എത്ര ദീർഘവർഷമാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ സമൂഹത്തിൽപ്പെട്ട അന്ന് അദ്ദേഹം പറഞ്ഞു. കേവലം 1.5 മാസം മുമ്പ് അദ്ദേഹത്തിനെ വേട്ടയാടിയത് കേരളത്തിലെ ജനങ്ങള്. ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായില്ലേ? ഇനി രണ്ടാമത്തെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേൾക്കൂ, ഈ പൊടുന്നനെ 10 വർഷം നിശബ്ദമായിട്ട് ഒരൊറ്റ സ്കൂളിൽ മാത്രം നടത്തിയ ഈ അഭ്യാസ പ്രകടനങ്ങള് എങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ 136 ഇടങ്ങളിൽ ഇത് നടത്തുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ എന്റെ അറിവ് ശരിയാണെങ്കിൽ 37 ഇടങ്ങളിൽ രാവിലെ കൃത്യമായ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവര് ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. GCC രാജ്യങ്ങൾ ബ്രൂണയിൽ അവരുടെ ബ്രാഞ്ച് എക്സസൈസ് തുടക്കം കുറിച്ചതാണ്. എവിടെ നിന്നാണ് ഫണ്ട്? ഇതിൽ പങ്കെടുക്കുന്ന ഒരു മനുഷ്യനോടും ഒരു പൈസ പോലും വാങ്ങിക്കുന്നില്ല. ഈ ഫണ്ട് എവിടെ നിന്ന് വന്നു? ഇത് തിരിച്ചറിയണ്ടേ? ഇത് ദേശവിരുദ്ധമല്ലേ? ഇത് സത്യം. ഇപ്പൊ ഈ വാക്ക് സത്യമാണെന്നുണ്ടെങ്കിൽ
ഈ രാജ്യം നേരിടുന്ന വലിയൊരു ഭീഷണിയിലേക്കാണ് ഈ സംഘം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭീഷണി CPM തിരിച്ചറിയാൻ താമസിച്ചോ എന്നുള്ള ഒരു സംശയം മാത്രമാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. ഒപ്പം തന്നെ CPM-ന്റെ ഒരു ഉദ്ദേശശുദ്ധി ഇക്കാര്യത്തിൽ എന്താണ് ഉള്ളതെന്ന് ഈ ചർച്ചയുടെ വരും നിമിഷങ്ങളിൽ നമുക്ക് ആ വിഷയം കൂടി ചർച്ച ചെയ്തു പോകാം.